മക്കളേതാ എനിക്ക് പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതോ കൊല്ലത്തിലെ ആദ്യത്തെ പനിയാണ്. അപ്പൊ അതങ്ങട്ട് കുറച്ച് ക്ഷീണം കുറച്ച് കൂടിയിട്ടോ. അങ്ങനെ ഇതായിക്ക പള്ളിയിലോട്ട് പോയിട്ടുണ്ടെന്ന് വെള്ളിയാഴ്ച അല്ല. എന്ത് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്നതാണ് കേട്ടോ. ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു. പിന്നെ അവിടെ കുക്കറിൽ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടോ. അങ്ങനെ ഇതാ നേരെ ഹോസ്പിറ്റലിൽ പോയി ചെന്നതും എൻ്റെ BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അതൊക്കെ നോർമലാണ് കേട്ടോ. പക്ഷെ വെയിറ്റ് നോക്കിയപ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ. 89 കിലോനുണ്ട് എൻ്റെ പൊന്നെ. ഞാൻ എത്തി കേട്ടോ. കിൻഡലാകാൻ ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ബേജാറായിട്ടോ. കാരണം ഈ ഒരു തണുപ്പ് കാരണം ഞാൻ എണീക്കാതെ വർക്കൗട്ടിങ് ഒന്നും ചെയ്യാതെ കിടന്നുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ വന്നത് കേട്ടോ. എൻ്റെ വെയിറ്റിന്റെ കാര്യമൊന്നും വിഷമില്ല. അത് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഞാനൊന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് സെറ്റ് ആവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എനിക്ക് ഡോക്ടറെ കണ്ട് അങ്ങനെ ഡോക്ടറെ ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് മെഡിസിനും അങ്ങനെ നേരെ അങ്ങനെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് ചോറ് എടുത്തു. ആ ഗുളികയൊക്കെ പാടൊന്ന് കഴിക്കണല്ലോ എൻ്റെ പൊന്നെ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ പോകാനില്ല ഇടങ്ങേറ്. ആ ഗുളിക എൻ്റെ ഒരു പ്രശ്നമാണ്. ഗുളിക കഴിക്കണം ഭയങ്കര ഇടങ്ങേറ് പിടിച്ചൊരു സംഭവമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ അരിമുളകും ചോറും കഴിച്ച് ഞാൻ ഗുളിക പിടിക്കാൻ പോവുകയാണ് ഗെയ്സ്. ഗുളികന്റെ വലിപ്പം കണ്ടിട്ട് പേടിയാനുണ്ട് കേട്ടോ. എങ്ങനെ കുടിക്കാന്നൊരു ബേജാറുണ്ട്. അങ്ങനെ മുട്ടായും ഗുളികയും മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷീണംകാരനാണ് ലൈവിലൊന്നും വരായിരുന്നേ. എനിക്ക് പനിയായത് കൊണ്ടാണ്. ഇൻഷാ അല്ലാ നാളെ വരാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഞാനിനി പോയി കിടക്കട്ടെ, റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.